ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിറങ്ങളും വെളിച്ചവും പാട്ടും ഡാൻസും ഒക്കെ തന്നെയാണ് മനസ്സിലേക്ക് വേഗം ഓടിയെത്തുക. ദീപാവലിയും വിഷുവും ക്രിസ്മസും ഓണവും എല്ലാം ഇത്തരത്തിൽ നിറങ്ങളുടെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ ഒരു സമന്വയം തന്നെയാണ്. ഈ ആഘോഷങ്ങളെക്കുറിച്ചും അവയുടെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ നിരവധി ആഘോഷങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അവ പലതും നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളുമായി സാമ്യമുള്ളവയുമാണ്. ചൈനയിലെ ഒരു ആഘോഷത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഏറെക്കുറെ ദീപാവലിയോടടുത്ത് നിൽക്കുന്ന ഒരു ആഘോഷമാണ് ലാൻറ്റേൺ ഫെസ്റ്റിവൽ. ലാൻറ്റേൺ എന്നാൽ വിളക്കെന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ വിപണികളിലൊക്കെ ഇത്തരത്തിൽ ചൈനീസ് ലാൻറ്റേൺ വിളക്കുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. പേപ്പർ വിളക്കാണത്. അതിൻ്റെ ഉള്ളിൽ പ്രകാശം തെളിയിച്ചുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പറത്തിവിടുന്നതാണ്. അപ്പോൾ ചൈനയുടെ ഈ വർണ്ണാഭമായ വിളക്കുകളുടെ ഉത്സവത്തെക്കുറിച്ചാണ് ഇനി പറഞ്ഞു വരുന്നത്. യുവാൻ സിയാവോ എന്നറിയപ്പെടുന്ന ഒരു പരമ്പരാഗത ചൈനീസ് ഉത്സവമാണ് ഈ ലാൻറ്റേൺ ഫെസ്റ്റിവൽ. ആദ്യ ചാന്ദ്രമാസത്തിലെ 15-ാം ദിവസത്തിലാണ് ഈ ആഘോഷം നടത്താറ്. ഈ ചൈനീസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു സമാപനം കൂടിയാണ് ഈ ദിവസം. 2000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഉത്സവത്തിൻ്റെ തുടക്കം വരുന്നത്. ഹാൻ രാജവംശത്തിൻ്റെ കാലത്താണ് ഇതിന് ആദ്യമായി ഒരു തുടക്കം കുറിക്കുന്നത്. ആദ്യകാലത്ത് ഇത് ബുദ്ധമതക്കാർ ബുദ്ധനെയും മറ്റ് മതവിഭാഗങ്ങളുള്ളവർ അവരുടെ പൂർവികരെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇത് തുടങ്ങിയത്. കാലാകാലങ്ങളിലായി ഉണ്ടായ രാജവംശത്തിൻ്റെ ഇടപെടലും മാറ്റങ്ങളും ആചാരത്തിനും മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ആരാധന പരിണമിച്ച് നിലവിലെ വർണ്ണാഭമായ ഒരു ആഘോഷത്തിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ ഇന്നും പൂർവികരെയും വീരന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്ന ഒരു ദിനം തന്നെയാണ് ഈ വിളക്കുകളുടെ ഉത്സവം. പേര് പോലെ തന്നെ വിളക്കുകൾ തന്നെയാണ് ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. വീടുകളിലും പൊതുനിരത്തിലുമെല്ലാം ഈ വർണ്ണാഭമായ വിളക്കുകൾ തെളിയിച്ചാണ്, ഈ ലാൻറ്റേണുകൾ തെളിയിച്ചാണ് ഈ പ്രധാന ആഘോഷം നടക്കാറ്. ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. പിന്നെയുള്ളത് ഡ്രാഗൺ നൃത്തങ്ങളാണ്. ഡ്രാഗണിൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങൾ ഉപയോഗിച്ച് കുറേ ആളുകൾ ചേർന്നൊരുക്കുന്ന ഒരു നൃത്തം അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരിതമായൊരു നൃത്തം തന്നെയാണത്. ചൈനയുടെ സാംസ്കാരിക തനിമ നിറഞ്ഞ ഈ നൃത്തരൂപം ദുരിതങ്ങളെല്ലാം അകറ്റി ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ വിവിധ തരം പരേഡുകൾ, സംഗീത സാംസ്കാരിക പരിപാടികളൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കും. ഇനി ചൈന കൂടാതെ തായ്വാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ, മലേഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ആഘോഷം നടത്താറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.